ഹായ് 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 ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മച്ചാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഗെറ്റപ്പ് തന്നെ എൻ്റെ മോനെ, കണ്ണാടി ഉണ്ട് കേട്ടോ, കണ്ണാടി ലുക്ക് തന്നെ ആരായാലും വീണു. ഇതിപ്പോൾ ഇന്ന് അന്ന് വഴക്ക് പറഞ്ഞപ്പോൾ ഇന്ന് നേരത്തെ ഇറങ്ങി നിന്നല്ലേ. അപ്പം നമ്മളിന്ന് എങ്ങോട്ടാ പോകണമെന്നറിയാമോ? അമ്പനാട്, പുനലൂർ 13 കണ്ണറപ്പാല കേട്ടിട്ടില്ല? അവിടെ അറിയാമല്ലോ, തൂക്കപ്പാല 6 റൂട്ട് പോണ ഒരു സ്ഥലം. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇന്ന് കുറെ പേര് വീരം കേട്ടാ, സീൻ രക്ഷയില്ല. ഇപ്പൊ ഇന്ന് ഞാനാണ് റൈഡർ. ഇച്ചിരി ദൂരമുണ്ട്, ഇവനെ കൊണ്ടുപോയാൽ അത് അടച്ചു പൂട്ടും. അവിടെ എത്തുമ്പം ഇവന്റെ കൊടുക്കാം. നമ്മുടെ പ്രൊട്ടക്ഷൻ ക്ലാസ് വേറെ പിന്നെ കണ്ണാടി പിന്നെ നമ്മൾ അപ്പം പോകുന്ന വഴിക്ക് ഒരു പണി കെട്ടി, മഴ പെയ്യുന്നു. ഈ ഹെൽമെറ്റ് ഒക്കെ ആണെങ്കിൽ കല്ല് കണക്കെ ഒന്ന് മുഖത്തടിക്കുക, നല്ല വേദന. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയതാ, കുറച്ചു നേരം ഇത്തിരി ഒതുങ്ങിയിട്ട് എടുക്കാന്ന്. അപ്പൊ ഒതുങ്ങിന്ന് തോന്നുന്നു. അപ്പൊ യാത്ര തുടരുന്നതാണ്. അപ്പൊ പോവാം, വാ ഗായ്സ്. നമ്മൾ പുനലൂർ എത്തിയിരിക്കുകയാണ്. ഇതാണ് പുനലൂരിന്റെ തൂക്കുപാലം. നമ്മുടെ ബ്രിട്ടീഷുകാർ 1984 പണിഞ്ഞ പുനലൂർ തൂക്കുപാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രോ, ഈ പാലത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ബ്രിട്ടീഷുകാര് പണിഞ്ഞായതുകൊണ്ട് ഇത്ര നാളും കറക്റ്റായിട്ട് നിൽക്കുന്നു. അതെ അതെ, ക്ഷമിക്കണം, 1877 പാലം പണിഞ്ഞത്. അപ്പോൾ നമ്മൾ വിട പറയുകയാണ്. ഞാനും ബ്രോയെ ഇറങ്ങിയപ്പോ ഭയങ്കര വെയിലായിരുന്നു വീട്ടിൽ നിന്ന്. അതല്ലേ അങ്ങനെ, ഞങ്ങളൊക്കെ അറിയാം. നമ്മളൊന്ന് ഇറങ്ങി തിരിക്കേണ്ട താമസമേ ഉള്ളു. ക്ലൈമറ്റ് ഒക്കെ കാണിച്ചു തരാം. അടിപൊളി ഗൈസ്. ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ അങ്ങനെ കടന്നിരിക്കുകയാണ്. ഇനി മുതൽ കാട്ടുപന്നി, പുലി, എലി എല്ലാം ഇവിടെ കാണും. സ്വന്തം റിസ്കിൽ നമ്മൾ പോണം. ബ്രോ, വെള്ളച്ചാട്ടത്തിന്റെ പേരെന്തുവാണ്? വരുന്ന കുറെ വിഷ്വൽ ബ്യൂട്ടികൾ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഇതൊക്കെ കൊണ്ട് കയറുന്നു നല്ല രീതിയിൽ. അതാണ് എല്ലാം എടുക്കാൻ പറ്റാത്തത്. മാക്സിമം പറ്റുന്നത് അങ്ങോട്ട് പോകുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ എന്തായാലും കാണിച്ചിരുന്നതായിരിക്കും. ഇത് പൈനാപ്പിൾ കൃഷിയാണ്. തെന്മലയിലെ അടിപൊളി പൈനാപ്പിൾ കൃഷി. ഇവിടെ നിന്നാണ് നമ്മളെ കൊല്ലത്തോട്ട് സാധനങ്ങൾ വരുന്നത്. കൊല്ലം സിറ്റിയിലൊക്കെ ടൗൺ ഇവിടെ നിന്നാണ് എക്സ്പോർട്ടിങ്. കേരളത്തിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കിടക്കാൻ പോണത് 13 കണ്ണറപ്പാല. ഈ പാലത്തിന് ഈ ഒരു പേരിടാൻ കാരണം എന്താണ് ബ്രോ? ഇതെന്ന് വെച്ചാൽ 13 തൂണാണ് ഇതിനകത്തുള്ളത്. ഇതാണാ ഈ കൂടെ ട്രെയിനിലൊക്കെ പോകാൻ നല്ല അടിപൊളിയാന്ന് തോന്നല്ലേ. ഇന്ന് നല്ല തിരക്കുണ്ട്, എന്താണെന്നറിയാൻ വയ്യ. ഇന്ന് ഞായറാഴ്ചയാണ്. പിന്നെ അല്ല, അതിന്റെയാണ്. ലോഡ് പോണ വണ്ടികളാ ഇതൊക്കെ, തമിഴ്നാട് നല്ല ബ്രോ, ചരക്ക് വണ്ടികൾ. 13 കണ്ണറ പാല കഴിഞ്ഞ ഒരു ഏകദേശം 1.5 കിലോമീറ്റർ പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് വരും. ഇതങ്ങ് നിങ്ങൾ അകത്തോട്ട് കയറിപ്പോയാൽ ഇതാ ഈ ഒരു ആർച്ച് എന്നൊക്കെ ഉള്ള ഇവിടെ നിന്ന് നേരെ വിട്ടുപോയാൽ മതി. ഏകദേശം ഒരു 7 കിലോമീറ്റർ നേരെ വിട്ടുപോയാൽ അമ്പനാട് ഹിൽ സ്റ്റേഷനിലെത്തും. നേരെ പോയാൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. എവിടെ പോയാലും നിങ്ങൾ 6 മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങുക, അല്ലെങ്കിൽ കഴിഞ്ഞ വ്ളോഗില് കാട്ടുപന്നിയെ കണ്ട പോലെ കാണും. ഇവിടുത്തെ റോഡ് മോശമാണ്. ഇവിടുത്തെ അധികൃതർ, എന്താണ് ബ്രോയിനെ പറയുന്നത്? അധികൃതറാ. നിങ്ങളിത് പരിഗണിക്കണം, അല്ലെങ്കിൽ ഇത് കണക്ക് കുഴിഞ്ഞു പോകും. ഇന്നോടൊക്കെ ലുക്ക് കണ്ടില്ലേ. നമുക്കിത് ആനച്ചാടി വഴിയും പോവാം. അത് തിരിച്ചിറങ്ങുമ്പോൾ കാണിച്ചു തരാം. അതിലേ പോയാൽ നമുക്ക് ഫീസ് കൊടുക്കണം, ഒരു 100 രൂപ ഒരാൾക്ക്. അതിലേ പോയാൽ അത് കൊടുക്കണ്ട. നീ എന്തോ തേനയോടെ പറയുന്നേ? ഇതിലേ പോകുമ്പോൾ അത് കൊടുക്കണം. എന്നാലും ഇതിലേ പോകുമ്പോൾ വേറൊരു വ്യൂ ആണ്. അത് നിങ്ങളെ കാണിച്ചു തരണം എനിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ആ ഫണ്ട് കൊടുത്ത് പോകുന്നത്, അല്ലേ ബ്രോ? ഓ, സീനാണ്, റോഡ് സീനാണ്. മാഷാ അല്ലാ, കാട്ടുപന്നിയല്ല, കാട്ടുപോത്തായത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഒരു എർത്തടിക്കുന്ന കമ്പിയുടെ കാര്യം പറഞ്ഞു, അവിടെ വെച്ച് വട്ടത്തില്. അത് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് ആ കമ്പി. ഇവിടെയൊക്കെ വന്ന് തൊട്ടാല് കരിഞ്ഞങ്ങി ഇരിക്കും. സീൻ സാധനമോ, അതുകൊണ്ട് സൂക്ഷിച്ചോ കേട്ടാ. ഇതിലൊന്നും വന്ന് തൊടരുത്. അമ്പനാട് വരുമ്പോ ഇതിൽ വന്ന് തൊടരുത്, മെയിൻ പോയിന്റ് ആണ്. ആഹാ, ഇങ്ങനെ വരാണക്ക് വീണ് കിടക്കുന്നു കോടയൊക്കെ. ആ, ലൈൻ പോലെ പാരലായിട്ട് പോയേക്കും. ഇതൊക്കെ ഇവിടെ താമസിക്കുന്നവരാ. സത്യത്തിൽ ഇവിടെ ഒക്കെ താമസിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ ബ്രോ?
ഇവിടെ താമസിച്ച് നോക്കുന്ന ഒരു 10 ദിവസം ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അവർക്കൊന്ന് ബീച്ചിൽ കാല് നനയ്ക്കണമെങ്കിൽ എത്ര ദൂരം പറഞ്ഞല്ലേ? നമ്മൾക്ക് തോന്നും നമുക്ക് ഇവിടെ വീടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. നമ്മൾ കൊല്ലം ബീച്ചിന്റെ അടുത്ത് കിടക്കുമല്ലേ, അവർക്ക് തോന്നും നമ്മൾ ബീച്ചിന്റെ അടുത്തായിരുന്നെങ്കിൽ പൊളിയല്ലേ. ബീച്ചൊരു സംഭവമാണ്, ഡെയിലി പോയിരുന്നാലും നമ്മൾ മടുക്കൂല, സമാധാനം കിട്ടും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സമാധാനം പിടിച്ചു വരുമ്പോഴായിരിക്കും കാറ്റ് വന്ന് ഇറങ്ങുന്നത്. പിന്നെ സമാധാനം തേടി ഹോസ്പിറ്റലിൽ പോണ്ടി വരും. അയ്യോ ലക്ഷ്മിക്കുട്ടി ഇറങ്ങി. ലക്ഷ്മിക്കുട്ടി അതിന്റെ കൊമ്പ് കണ്ടോടാ സീൻ. ഏതോ ലോഡിങ്. ലക്ഷ്മി പാല് വരൂ. ഞാൻ ഇതിലേ വരാനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് പൈസ കൊടുത്തിട്ടില്ലേ കയറാൻ കാരണം എന്താന്ന് വെച്ചാല് കാണിച്ചു തരാം. കണ്ടോളി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ. പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓ സീൻ. ഹലോ ഹലോ, നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഒന്ന് മയിൽപ്പെട്ട ഇവിടെ ഒരുത്ത പേടിച്ച് തൂങ്ങിയിരിക്കുന്നു. അവന്റെ ചെരുപ്പില് അട്ടയെ കാണിച്ചു തരാൻ ഞാൻ. നല്ല അട്ട കറക്റ്റ് കളയണ ചൂട് വെച്ചോടാ കാലില് അട്ട ഒരു അട്ട കാലി കടിച്ചപ്പോൾ രംഗം കണ്ട. ഇനി പുലിയോ എലിയോ പന്നിയോ അല്ലേ ഇറങ്ങി നമുക്ക് നോക്കാം. ഓ പിന്നെ ഇവന്റെ കൂടെ ഞാൻ വന്നത്. ഇത് കളിയോ അവൻ ഇനി ഇല്ലെന്നാണ് പറയുന്നത്. അമ്പനാട് അട്ടയെ കണ്ട് പേടിച്ചവൻ. ഉൾക്കാട്ടിലൂടെയാണ് നമ്മൾ പോണത്. കാണിച്ചു ഉൾക്കാട് എന്തോ ഉണ്ട്. അട്ടയാ? എവിടെ 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 ചെരുപ്പില് ഒന്നും പറയില്ല. നമ്മളങ്ങനെ ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ് ഗേറ്റ്. ഒരാൾക്ക് 100 രൂപ വെച്ച് കയറണം. നമ്മൾ ലേറ്റായി കൊണ്ടവർ നമ്മളെ കയറ്റുന്നില്ല. ഇവൻ്റെ അട്ടയെ കാരണമാണ്. ജോണേ, നീ അട്ട കടിച്ചോ അവിടെ നിന്നോണ്ട് അവിടെ കയറ്റി വിടാത്തത്. ഇങ്ങനെ ഒരുത്തനെ കൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഈ അട്ട കടിച്ചോണ്ട് അവരിപ്പോ കയറ്റി വിടാത്തത്. കയറാൻ പോയി 2 മിനിറ്റ് ലേറ്റ് ആയാലും ബസ് ഇപ്പൊ വരും. നമുക്ക് വേണ്ടി അട്ട കടിച്ചോണ്ട് അവിടെ നിന്നെന്ന് പറ പോയി. അത് പറഞ്ഞ ബസ്സിന് അറേഞ്ച് പോയിക്കോ കയറ്റിയില്ലെങ്കിൽ. സംസാരിക്കാനാണ് ദൈവം ഈ പല്ലും നാക്കും എല്ലാം തന്നേക്കുന്നത്. അവര് വന്നിട്ട് പോവാൻ പറഞ്ഞപ്പം വണ്ടി ഒട്ടിക്കാറിനൂടാ. കുണ്ടിയും തിരിഞ്ഞങ്ങ് വന്നത്. ഞാൻ പിന്നെ പോയി സംസാരിച്ചെടുത്ത് ഞങ്ങളതാ ഇപ്പൊ പോവാണ്. അതിനെ കണ്ണാടി ഇടാത്തോണ്ടാ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കയറ്റി വിട്ട് 5 മണിക്ക് മുമ്പ് വരാൻ നോക്കണേ. 5 മണിയല്ല 4:30 മുമ്പ് വരാൻ നോക്കണേ. പിന്നെ എന്തുകൊണ്ടൊക്കെ പറഞ്ഞ് കയറ്റി വിട്ടതാ. 4:30 മുമ്പ് വരാൻ നോക്കും മാക്സിമം. നല്ല മൂടൽ മഞ്ഞിന്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. താണ്ട് അത് നല്ല കൊക്കയാണ്, ഹൈറ്റിലായിട്ടുണ്ട്. വരുന്നവർ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വരിക. നല്ലൊരു സ്ഥലമാണ്. ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നമ്മൾ വന്നേക്കാണ്. ജോൺ സാർ എങ്ങനെയുണ്ട് അനുഭവങ്ങളൊക്കെ? മാഷാ അല്ലാഹ്. അതൊക്കെ ഏത് അവിടെയാണ്? തമിഴ്നാടാണ് അത്. അതെന്തോ ആ മല ഏതാ പൊങ്ങിയിരിക്കുന്നത്? അട്ട കടിച്ചാൽ എന്താ, ചളിക്കൊരു കുറവില്ല. മുകളിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. നമുക്കടുത്ത് അങ്ങോട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഓഫ് റോഡ് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല ഈ ഓഫ് റോഡ്. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ്, അതായത് എന്നെ പോലെയുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പുറകിൽ കയറി ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അമ്പനാട് ഹില്ലിന്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ. കണ്ടല്ലോ ബ്രോ, എങ്ങനെയുണ്ട് നമ്മുടെ റൈഡ്? ഒന്നും പറയണ്ട, ഇതുപോലെ ഒട്ടിക്കാറിനോടെ എടുത്ത് എന്റെ കൈ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കോട കണ്ട് നമുക്ക് രസിക്കാം. ഇനി നമ്മുടെ ഓരോ യാത്രയിൽ നമ്മുടെ കൂടെ ഒരു അതിഥിയും കൂടെ ഉണ്ട്. അവന്റെ പേരാണ് കോടമഞ്ഞ്. ഞാൻ വിചാരിച്ച അട്ടയാണ്. ഓ എന്റെ മോനെ, നിങ്ങൾ ഈ ഫോണിൽ കാണുന്നത് പോലെ അല്ല നമ്മുടെ നേരിട്ട് കാണുക. ബ്രോ നേരെ നോക്ക് ബ്രോ. അമ്പനാട് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട, ഇതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോ ഒന്ന് വായിച്ചു നോക്കണം. 4:30 വരെ ഇവിടെ കേറാവൂ. അതെ അതെ, പക്ഷെ ഞാൻ കേറും.
കേട്ടല്ലോ. അപ്പൊ നമുക്ക് റൈറ്റിലോട്ട് പോവാം. ഇതാണ് മോനെ, വീണ്ടും നമ്മൾ ഓഫ് റോഡിലോട്ട് കയറുകയാണ്. ഇവിടെ പുലി കാണും, കാട്ടുപന്നി കാണും, പിന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരുത്തനുണ്ട് അട്ട. അവനാണ് സീൻ, അവനാണ് നടൻ. ഓ മൈ ഗോഡ്, കണ്ടില്ലേ? ഓ വിട്ടാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയേക്ക് ഞാൻ കാണിച്ചു തരും. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ കണ്ട് നിങ്ങൾ പോയി ഇതാവരുത്, കയറുന്നില്ല. നമ്മളെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാവരും നിൽക്കുന്ന ഏരിയയിൽ നമുക്ക് നിന്നാൽ മതി. ഒന്ന് പോയി നോക്കിയില്ല അങ്ങോട്ട്? വേണോ? അട്ട ഇല്ലെങ്കിൽ നമുക്ക് പോവാം. അട്ട കുറവാണ്, അവിടെ വലിയ വലിയ ജന്തുക്കളേ ഉള്ളൂ. അന്നാ സീനില്ല. ഒന്ന് ട്രൈ ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വഴികാട്ടിയായിട്ട് ഒരു കാർ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ അവരുടെ ഫ്രഷ്. ഓ ഇവിടെ നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല ഗായ്സ്, ഭയങ്കര ശോകമാണ്. റോഡ് മൊത്തത്തില് മോശമാണ്, പക്ഷേ കാഴ്ചകളോ അതിഗംഭീരം. 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാലെന്താ, നമുക്കങ്ങ് പോകാം എവിടെയാണെന്ന് വെച്ചാൽ. ഇതാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാണ് പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ്, അവിടെ നിന്ന് അങ്ങോട്ട് വിടത്തില്ല. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ വണ്ടിയിൽ എടുത്തോണ്ട്. ഞാനും ഇവനും കൂടെ ഞങ്ങൾ ബൈക്കിൽ ഇവനൊക്കെ അട്ടയെ കണ്ടാലേ ഇവൻ പേടിക്കും. ഇനി ആനയെ ഒരു കണ്ട് കറങ്ങി വീരും. അതെ, ഇവനെ കൊണ്ട് ഞാൻ പോകേണ്ട ആശുപത്രി 10 മണിക്കുമ്പോൾ തിരിച്ച് ഇവനെ വീട്ടിൽ എത്തിക്കാനുള്ളത്. അപ്പോൾ ഞാൻ അവിടുത്തെ രംഗങ്ങളൊക്കെ കാണിച്ചു തരാം. മാഷാ അല്ലാ, ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. കോടയും കല്യാണം കഴിഞ്ഞ് പെണ്ണിനൊക്കെ കൊണ്ടുവരാം. പെണ്ണില്ലാത്തൊരു ഇതാണൊക്കെ വരും, കൊണ്ടാൻ ചാസി. എവിടെ അട്ട അടിക്കൊരു കുറവില്ല, എന്നാലും അവന് ഫോട്ടോ ഷൂട്ട് എടുക്കണം. ഇവിടൊക്കെ നല്ല റാഹത്തായിട്ട് കിടക്കുക, കോടയും. ആഹാ, ഇവിടെ ഒരു ടവറുണ്ട്, എല്ലാം മൂടി കിടക്കുക. ഇതാണ് പ്രദേശം. ഒറ്റ മനുഷ്യന് നല്ല സമാധാനമുണ്ട്. നമ്മളെ സ്പ്ലെൻഡർ കുട്ടൻ പാല് ഞാൻ കയറിക്കോളും, കുറച്ചേ കുടിച്ചോളും. തിരിച്ചിറങ്ങുമ്പോൾ ജംഗ്ഷനിൽ നിന്ന് ഇച്ചിരി കൂടെ കുടിപ്പിക്കണം. വാമ്പൊക്കെ ചെയ്യുന്നു. ഗായ്സ്, ആ താറിന്റെ ആ ലുക്ക് കണ്ടില്ലേ? ഞാൻ ഇതണക്കത്തെ ഒരു വണ്ടി എടുക്കും ഇൻഷാ അല്ലാ. മാഷാ അല്ലാ, അസ്തഗ്ഫിറുല്ലാ. അല്ലേ ഗായ്സ്? അല്ലേ ഗായ്സ് അല്ലേ അസ്ലം? നമ്മൾ ഇതണക്കത്തെ ഒരു വണ്ടി നമ്മൾ വരും. മറ്റേ ബാറ്ററി ഇട്ടിട്ട് ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് എൻട്രി ആയിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാ, പക്ഷെ മൈൻഡില്ല. ഇതൊരു വ്യൂ ആണ്, നമുക്കത് കയറാം. ഇവിടെ ഇപ്പോൾ ടീ സ്പോട്ടൊക്കെ വന്നിട്ടുണ്ട്. ചായ കേട്ടാവോ ഓടും. ഇപ്പം വന്നാ, നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഒരു ചായ കുടിച്ചേക്കാം. 2 ചായ പറ. 2 ടീ. ആടിയല്ല, ഞാൻ പോയപ്പോഴേ തോന്നി അവിടെ ചായ ഇല്ല അല്ലേ അളിയ? അല്ലെങ്കിൽ അവിടെ മണ്ടയിൽ പോയിട്ട് വൈബ് അടിച്ച് ചെയ്യായിരുന്നു. മച്ച കയറുവാണ്, ഇതൊക്കെ പുഷ്പം പോലെ കയറും അല്ലേ അളിയ? ഈ യെല്ലോ ബോർഡർ കടഞ്ഞൂടാ, ഡു നോട്ട് ക്രോസ് ദിസ് ലൈൻ. പക്ഷെ അതൊന്നും വിഷയമല്ല. ബ്രോ തിരിഞ്ഞു നോക്ക് ബ്രോ. ഇത് കോട ഇതായി കിടക്കുന്നോണ്ട് വ്യൂ ഒന്നും കാണാൻ വയ്യ അല്ലേ? നമ്മൾ പലപ്പോഴും കുറേ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകുമ്പം പക്ഷെ വലുതായിട്ടൊന്നും കാണത്തില്ല. പക്ഷെ നമ്മളെ പോകുന്ന റൂട്ടും കാര്യങ്ങളും അത് കുറേ മെമ്മറീസാണ്. അതൊക്കെയാണ് ഒരു യാത്രയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. പക്ഷെ ഇത് യാത്ര അടിപൊളിയായിരുന്നു. അട്ടയൊക്കെ കടിച്ച് ഇപ്പം കിടന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് ദുരാണ്ണനെ കണ്ടു. ദുരാണ്ണൻ പറഞ്ഞ് വീഡിയോ എടുക്കുകയാണോ, ആ സ്ഥലത്തിനെ പറ്റി പറഞ്ഞു തരാം. ക്യാമറ ഓണാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാടൻ ചിരിയോടെ ചിരി. അങ്ങോട്ടൊന്നും വെക്കൂടെ ഒരുപാട്? സാറേ ഇത് മൊത്തം ആനയുടെ താവളമാണ്. 5 മണി വരെ സമയം, നമുക്ക് 6 മണിക്കൂർ കൂടുതൽ പെട്ടെന്ന് കട അടച്ചിട്ട് പോകാൻ വേണ്ടി പുറപ്പെടും. ഇവിടെയൊക്കെ വരുമല്ലേ ഇപ്പൊ? കുറച്ച് വരും 7 മണിയാകുമ്പോൾ ആന വരും. ചേച്ചി നമ്മളെ ചുമ്മാ തള്ളിയതാണ് എല്ലാരും. കേട്ടല്ലോ, ഇവിടെ ഉള്ളവര് തന്നെ പറഞ്ഞു ആന ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അങ്ങോട്ട് കയറാത്തത്. പിന്നെ ഈ വ്ളോഗ് എനിക്ക് ഇടാൻ ഒക്കത്തില്ല, നിങ്ങളെല്ലാരും വീട്ടിൽ ഒന്ന് കാണേണ്ടി വരും. അതെ, വെള്ളയില് പൊതിഞ്ഞ് കിടക്കുന്നത്. എനിക്ക് ചെറിയൊരു നിരാശയുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ടോപ്പ് വ്യൂ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അത് മറ്റേ അവിടെ നിന്ന് കാണിച്ചു തന്നു. പക്ഷെ ഇവിടെ കോടയല്ലേ, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും വന്ന് തന്നെ കാണേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രം കണ്ടാൽ പോരല്ലോ, വരുന്ന വഴിയും പിന്നെ ഇവിടുത്തെ ആൾക്കാർ. അതാണ് നേരത്തെ പറഞ്ഞു കൊടുത്തത്. വരുന്ന സ്പോട്ടിലല്ല കാര്യം, വരുന്ന വഴിയിൽ കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. അട്ടൈപ്പിടി അതല്ല, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് സ്ഥലങ്ങളൊക്കെ കണ്ടോണ്ട് വന്നപ്പം നമുക്ക്
കുന്നിക്കോടുന്ന് 2 സബ്സ്ക്രൈബർ നമ്മളെ തിരക്കി വന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ? സൂപ്പർ അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ബ്രോയുടെ പേരെന്താ? എന്റെ പേര് അയ്യൂബ്. എവിടെ വീട്? കുന്നിക്കോട്. കുന്നിക്കോടുള്ളതാണ്. രണ്ടുപേരും കുന്നിക്കോടുള്ളവരാണ്. ഇവരും അമ്പനാട് നമ്മളെ പോലെ കാണാൻ വന്നതാ ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ. അപ്പൊ നല്ല മഴയായി. അപ്പൊ ശരി എന്നാ, ടാറ്റ, ബൈ ബൈ. ഗായ്സ്, ഇതാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങിയോടുന്ന ആനച്ചാടി റൂട്ട്. പക്ഷെ ഇപ്പം മൊത്തത്തിൽ അന്തരീക്ഷം ഒന്ന് ഇരുട്ടി. ഇന്ന് നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് അപ്പം വലുതായിട്ട് കാണാൻ ഒക്കത്തില്ല. നിങ്ങൾ ഭാഗ്യം കണക്കിരിക്കും. ഒന്നെങ്കിൽ കോട കിട്ടും, അല്ലേ ബ്രോ? എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ല. ഇന്ന് നമുക്ക് കോടയും കാര്യങ്ങളും എല്ലാം കിട്ടി. അപ്പൊ നിങ്ങൾക്ക് എന്നെ കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അവിടെ കോട ഇല്ലാത്തതുകൊണ്ട്. കോട ഉള്ള സ്ഥലം നോക്കി വ്യൂവും കുറയും. അതെ, എത്രയുള്ളൂ വ്യത്യാസം. അപ്പൊ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കരുത്, അത്യാഗ്രഹം പാടില്ല, അത്രേ ഉള്ളു. അപ്പം ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് വെറും 200 രൂപ ചെലവിലാണ്. 200 രൂപ പെട്രോള്, 100 രൂപ അല്ലാതെ എൻട്രി ഫീസ്. മൊത്തം ഒരാൾക്ക് ചെലവായത് 300 രൂപ. അത് ഇവൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഈ ഹീറോ ഹോണ്ട ഉള്ളതുകൊണ്ട് മാത്രം. പേര് നോട്ട് ചെയ്തോ, സ്പ്ലെൻഡർ. ഇന്നത്തെ ഷോർട്ട് വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സ്ലംഡൺ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.